നമസ്കാരം. ഇ.പി. ജയരാജന്റെ ആത്മകഥയുടെ പേരിലുണ്ടായ കോലാഹലങ്ങളൊന്നും ആരും മറക്കാനിടയില്ല. ഗൂഢാലോചനപരമായ ആത്മകഥ കൊണ്ടുവന്ന് അതിന്റെ പേരിൽ പാർട്ടിയെ അങ്ങ് ഒതുക്കാമെന്നു കരുതിയവർക്ക് തെറ്റിപ്പോയി. അത് ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ തന്നെ തെളിഞ്ഞതാണ്. ചേലക്കരയിലെ ജനങ്ങൾ സർക്കാരിനെ തള്ളിക്കളയും എന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രചരണം. എന്നാൽ ഫലം വന്നപ്പോൾ ആ പ്രചരണങ്ങളൊക്കെ ജനങ്ങൾ കാറ്റിൽ പറത്തിയെന്ന് തെളിഞ്ഞു. സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ചു. എന്നാൽ ഇതുകൊണ്ടൊന്നും ഇടതുപക്ഷത്തെ തകർക്കാനായി ഇറങ്ങി തിരിച്ചവർ അടങ്ങിയില്ല എന്നതാണ് സത്യം. ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു പുതിയ വാർത്ത എന്തെന്നാൽ CPM-നെ തകർക്കാനായി അമേരിക്കയിൽ നിന്ന് പരിശീലനം നേടിയ പോസ്റ്റ് മോഡേണിസ്റ്റുകളെ ഇറക്കുന്നു. ഇതാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് CPM കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ.പി. ജയരാജനാണ്. അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ നിന്നും പ്രത്യേക പരിശീലനം നൽകി പോസ്റ്റ് മോഡേണിസ്റ്റ് എന്ന പേരിൽ CPM-നെ തകർക്കാനാണ് ഇന്ത്യയിലേക്ക് ആളെ അയക്കുന്നത്. CPM പാപ്പിനിശ്ശേരി ഏരിയ സമ്മേളനം കണ്ണപുരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. രാജ്യത്തിന്റെ പല ഭാഗത്തായി പോസ്റ്റ് മോഡേണിസ്റ്റുകളുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണെന്നും ഇ.പി. ജയരാജൻ ചൂണ്ടിക്കാണിച്ചു. ഇതിന്റെ ഭാഗമായി മാധ്യമങ്ങളുടെ കൂട്ടുപിടിച്ച് വലതുപക്ഷം തെറ്റായ പ്രചരണമാണ് നടത്തുന്നത്. നേതൃത്വത്തിനെതിരെ ആക്രമണം അഴിച്ചുവിട്ട് CPM-നെ തകർക്കാൻ ആസൂത്രിതമായ ശ്രമം നടക്കുന്നു. ഇത്തരം ശ്രമങ്ങളെ തിരിച്ചറിയാൻ സഖാക്കൾക്ക് കഴിയാതെ പോകുന്നുവെന്നും ഇതേ നിലയിലുള്ള ആക്രമണത്തിലൂടെയാണ് ലോകത്ത് പല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും തകർത്തെറിഞ്ഞതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പണം ആസൂത്രിതമായി മാധ്യമങ്ങൾ ഉപയോഗിക്കുകയാണെന്നും ഇതിനെ പ്രതിരോധിക്കാൻ പാർട്ടി പ്രവർത്തകർ ഉണർന്ന് പ്രവർത്തിക്കണം. പാർട്ടിക്കുള്ളിൽ വിമർശനങ്ങളാകാം, പക്ഷേ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കൽ എന്ന നിലയിൽ വാർത്തകൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കുകയാണ്. സഹാക്കൾ തമ്മിൽ മാനസിക ഐക്യവും പൊരുത്തവും ഉണ്ടായാൽ മാത്രമേ ഈ പ്രതിസന്ധി മറികടക്കാനാവൂ എന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയ കണ്ണടയിലൂടെയാണ് ചിലർ കാര്യങ്ങൾ കാണുന്നത്. അതിന്റെ ഭാഗമായി അർത്ഥസത്യങ്ങളും അസത്യങ്ങളും വിളംബരം ചെയ്യുകയാണ്. ഇത് ധാർമ്മികതയാണോ എന്ന് മാധ്യമ ലോകം ആലോചിക്കുക വേണം.